ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നമ്മുടെ പുതിയ ഫോൺ പേ SBI കാർഡ് സെലക്ട് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് റീസെൻ്റ്ലി SBI ഫോൺ പേയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇതിൻ്റെ ആനുവൽ ഫീ എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് റിവാർഡ് പോയിന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഫീസും വെൽക്കം ഓഫറിനെ കുറിച്ചും പറയാം. ഇതൊരു ചാർജഡ് ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ ജോയിനിങ് ഫീ വരുന്നത് 1499 രൂപ പ്ലസ് GST ആണ്. അത് 18% GST കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരും. ഇത് നമുക്ക് 1500 രൂപ ഒരു ഫോൺ പേ ഗിഫ്റ്റ് വൗച്ചറായിട്ട് വെൽക്കം ഗിഫ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഈ കാർഡ് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് മന്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫീ ആഡ് ചെയ്ത് ഫീ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. ഈ ഫീ വേവ് ചെയ്യാൻ ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപയുടെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഫീ വേവ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ റിവാർഡ്സ് പോയിന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ റിവാർഡ്സ് മെയിൻലി വരുന്ന ഫോൺ പേ ആൻഡ് പിൻകോഡ് സ്പെൻഡ് സെല്ലർ. പിൻകോഡ് എന്ന് പറയുന്നത് ഒരു ഡെലിവറി ആപ്പാണ്, ലോക്കൽ ഡെലിവറി ആപ്പാണ്. ഇത് കേരളത്തിലോ ഈ ആപ്പ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഫോൺ പേയിലെ സ്പെൻഡിന് വരുന്നത് റീചാർജ്, ബിൽ പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി, ബ്രോഡ്ബാൻഡ് കണക്ഷൻ, വാട്ടർ, അങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, ഇതിനൊക്കെ 10% വാല്യൂ ബാക്ക് ആണ്. വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ 10% റിവാർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ആവും. ഈ റിവാർഡ് പോയിന്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റിലോട്ട് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങനെയും നമുക്ക് റിഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പിന്നീട് വരുന്നത് 5% ക്യാഷ് ബാക്ക് ആണ്. അത് ഓൺലൈൻ സ്പെൻഡിനാണ് വരുന്നത്. ആമസോൺ, സ്വിഗ്ഗി, മിന്ത്ര തുടങ്ങി ഒരുപാട് സൈറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലോ എവിടെയും ഇതിൽ വലിയൊരു ലിസ്റ്റ് 500+ സൈറ്റുകളിൽ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റോ ഒന്നും പറയുന്നില്ല. കുറച്ച് ആമസോൺ, സ്വിഗ്ഗി, മിന്ത്ര എന്ന കുറച്ച് സൈറ്റുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷനും 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ക്യാഷ് ബാക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ റിവാർഡ് പോയിന്റ് മന്ത്ലി 2000 റിവാർഡ് പോയിന്റിൽ ക്യാപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും. അതായത് ഫോൺ പേ ആൻഡ് പിൻകോഡ് സ്പെൻഡിൽ 2000, ഓൺലൈൻ സ്പെൻഡിലും 2000, ഓൺലൈൻ സ്പെൻഡിന് 5% അത് 2000. പിന്നെ ഫോൺ പേ ആൻഡ് പിൻകോഡ് സ്പെൻഡിൽ 10%നും 2000 ആണ് മാക്സിമം റിവാർഡ് പോയിന്റ് ഒരു മാസം ഏൺ ചെയ്യാവുന്നത്. പിന്നെ ബാക്കിയുള്ള സ്പെൻഡിലെ 1%, ബാക്കിയുള്ള UPI സ്പെൻഡിനും ഓഫ്ലൈൻ സ്പെൻഡിനും വരുന്ന 1%നും 2000 രൂപ മന്ത്ലി ക്യാപ്പ് ഉണ്ട്, 2000 റിവാർഡ്സ് പോയിന്റ്. പിന്നീട് വരുന്ന ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ പെർക്കിൽ വരുന്ന ഡൊമസ്റ്റിക് ലോൺ ജാക്സ് ആണ്. ഇതിൽ 4 കോംപ്ലിമെന്ററി വിസിറ്റ് പെർ ഇയർ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ സ്പെൻഡിങ് ക്രൈറ്റീരിയ വരുന്നില്ല. ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡ്സിനും സ്പെൻഡിങ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഇതിൽ സ്പെൻഡിങ് ക്രൈറ്റീരിയ വരുന്നില്ല. ഒരു സ്പെൻഡിങ് ഇല്ലാതെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ലോൺ ജാക്സസ് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രിയോറിറ്റി പാസ് മെമ്പർഷിപ്പ് ആണ്. $99 പ്രിയോറിറ്റി പാസ് മെമ്പർഷിപ്പ് നമുക്ക് ഈ ഒരു കാർഡിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് വരുന്ന ഫ്യൂൽ ചാർജ് വൈവറാണ്. അത് 1% വൈവറാണ്. മാക്സിമം 250 രൂപ പെർ മന്ത് ആണ്. ട്രാൻസാക്ഷന് മിനിമം 500 രൂപ, ട്രാൻസാക്ഷൻ മാക്സിമം 4000 രൂപ. ഇത് ഇപ്പോൾ വരുന്ന എല്ലാ ഒട്ടുമിക്ക കാർഡുകളിലും വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ ഫ്യൂവൽ സർചാർജ് വൈവർ. പിന്നെ ഇതിൽ മറ്റൊരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ ഒരു യാത്രാ വൗച്ചർ കിട്ടും. നമ്മൾ ഇത് ആനുവൽ ഫീ വൈവർ 3 ലക്ഷം രൂപ വരെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ഫീ വൈവർ ഉണ്ട്. അതിന് പുറമെ 5 ലക്ഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും നമുക്ക് കിട്ടും യാത്രയുടെ. ഇത് ഈ ഫോൺ പേ, ഇപ്പോൾ നിങ്ങൾ ഫോൺ പേയുടെ ആപ്പിൽ നോക്കി അറിയാം, ഫോൺ പേ SBIയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് SBI കാർഡ് സെലക്ട് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ HDFCയുമായിട്ടും ഇത് കോ ബ്രാൻഡ് ചെയ്തിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. 2 ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ട്. അതൊന്നാണ് യൂനോ ക്രെഡിറ്റ് കാർഡ്, മറ്റേ തന്നെ അൾട്ടിമോ ക്രെഡിറ്റ് കാർഡ്. രണ്ടും ഏകദേശം ഇതിലെ അൾട്ടിമോ ക്രെഡിറ്റ് കാർഡും SBI ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡും സെയിം ബെനിഫിറ്റ് ആണ്. 2 ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെ ഈ യൂനോ ക്രെഡിറ്റ് കാർഡോ അൾട്ടിമോ ക്രെഡിറ്റ് കാർഡും SBI ചില സെലക്ട് കസ്റ്റമേഴ്സിന് 0 ജോയിനിങ് ഫീ പ്രകാരം കൊടുക്കുന്നുണ്ട്. എനിക്കൊക്കെ അങ്ങനെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ കാർഡ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ, ഇത് നിങ്ങൾക്ക് പറ്റിയ കാർഡാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന
10% യൂട്ടിലിറ്റി ആൻഡ് ബിൽസിലും വരുന്ന ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഹയസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഏറ്റവും കൂടുതലുള്ളത് എയർടെൽ കാർഡിലാണ്. എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ്. അത് എയർടെലിന്റെ സ്പെൻഡുകളിൽ എയർടെൽ മൊബൈൽ റീചാർജ്, എയർടെൽ വൈഫൈ, എയർടെൽ ബ്രോഡ്ബാൻഡ് തുടങ്ങിയ ഇതിൽ മാത്രം 25% ക്യാഷ് ബാക്ക് തരുന്നുണ്ട്. പക്ഷെ അതിന് ലിമിറ്റും ഉണ്ട്. 250 രൂപയാണ് അതിന്റെ കാറ്റഗറി ലിമിറ്റ് വരുന്നത്. ആ ഒരു കാർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി സ്പെൻഡിന് റിവാർഡ് തരുന്ന കാർഡ് ഇതായിരിക്കും. SBI ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡാണ്. മാത്രമല്ല ഇതിന്റെ ലിമിറ്റും കൂടുതലാണ്. 2000 റിവാർഡ് പോയിന്റ് വരെ നമുക്ക് ലഭിക്കും. ഈ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപ ആയതുകൊണ്ട് നമുക്ക് 2000 രൂപ എന്ന് തന്നെ പറയാം. പിന്നെ ഇതിന്റെ റിവാർഡ് പോയിന്റ് നമുക്ക് റീഡീം ചെയ്യാൻ ഇവരുടെ കസ്റ്റമർ കെയറുമായി കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ റീഡീം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് 5% മേജർ ഓൺലൈൻ സൈറ്റിൽ ആമസോൺ, സ്വിഗ്ഗി, ഉബർ, മിന്ത്ര തുടങ്ങിയ മേജർ സൈറ്റുകളിലൊക്കെ 5% റിവാർഡ് പോയിന്റ് കിട്ടുക എന്ന് പറയുന്നതും ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഇതുപോലെ SBIയുടെ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിലാണ് വരുന്നത് ഈ ഇത്രയും 5% ക്യാഷ് ബാക്ക്. സോ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്, ഇൻഷുറൻസ് ചാർജ്, ഇൻഷുറൻസ്, ബ്രോഡ്ബാൻഡ്, വാട്ടർ ബില്ല് ഇതൊക്കെ എല്ലാവർക്കും എല്ലാ മാസവും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ 2 മാസത്തിൽ കൂടുതലൊക്കെ പേ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം ഇലക്ട്രിക് വെഹിക്കിൾസോ കാറുകളോ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ ഉള്ളവർക്ക് നല്ല ചാർജുകൾ വരുന്നുണ്ട്, നല്ല കറണ്ട് ചാർജ് വരുന്നുണ്ടെങ്കിൽ ഈ കാർഡ് നോക്കാവുന്നതാണ്. 1500 രൂപ ജോയിൻ ഫീ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷെ അത് നമുക്ക് 1500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ഇയർ നമ്മൾ എടുത്തു നോക്കിയിട്ട് ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആണോ എന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10% യൂട്ടിലിറ്റി ബില്ല് 10% ക്യാഷ് ബാക്ക് യൂട്ടിലിറ്റി ബില്ലിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക്കൽ ബൈക്കുകളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കാർഡ് സൂട്ടബിൾ ആയിരിക്കും. ഇതിന്റെ റിവാർഡ് പോയിന്റ് 1 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഹയസ്റ്റ് റിവാർഡ് പോയിന്റ് ഉള്ള ഒരു പ്രീമിയം കാർഡ് തന്നെയാണ്. പിന്നെ ഇത് മറ്റൊരു നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ലോൺ ജാക്സ് ആണ്. ബാക്കി എല്ലാ കാർഡുകളും ഇപ്പൊ മാർക്കറ്റിലുള്ള 100% കാർഡുകൾക്കും കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ലോൺ ജാക്സ് ഉണ്ടെങ്കിലും അതിനുള്ള സ്പെൻഡ് ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ ക്വാർട്ടറിലും ഇത്ര രൂപ, ICICI ആണെങ്കിൽ 30,000 അല്ലെങ്കിൽ 50,000, ഓരോരോ ബാങ്കിന്റെ ഡിഫറെന്റ് ആണ്. അത്രയും രൂപ കഴിഞ്ഞ ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോൺ ജാക്സിന് എലിജിബിൾ ആവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് വിത്തൗട്ട് സ്പെൻഡിങ് ക്രൈറ്റീരിയ തന്നെ നമുക്ക് ലോൺ ജാക്സ് കിട്ടുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ടിലെ സെയിൽ വരുന്ന കോമൺ ഓഫേഴ്സും ഇതിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഇത് കിട്ടുമെന്നാണ് ഓൺലൈൻ റിവ്യൂസ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒബിയസ്ലി 1500 രൂപ, 1499 രൂപ എന്ന് പറയുന്ന ഒരു ജോയിനിങ് ഫീ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ്സിന്റെ റിഡംഷനിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റിവാർഡ് പോയിന്റ്സ് ഇപ്പൊ നമ്മൾ 100 രൂപയ്ക്കാണ് 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടും. ഇപ്പൊ 10% എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 110 അല്ലെങ്കിൽ 190 രൂപ സ്പെൻഡ് ചെയ്താലും നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടുള്ളൂ. അത് എന്തില്ല, റിവാർഡ് പോയിന്റ് റൗണ്ട് അപ്പ് ചെയ്യൂല, റൗണ്ട് ഡൗണേ ചെയ്യുള്ളൂ. 190 രൂപ അല്ലെങ്കിൽ 198 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്താലും ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിലൊക്കെ നമുക്ക് ചിലപ്പോൾ 10% എന്ന് പറയുമ്പോൾ നമ്മൾ 19.8 എന്നുള്ളത് 20 റിവാർഡ് പോയിന്റ്സ് കിട്ടണ്ടേ നമ്മൾ നോക്കും. പക്ഷെ അങ്ങനെയല്ല, 10 റിവാർഡ് പോയിന്റ് കിട്ടുള്ളൂ. കാരണം ഇത് 100 to 200 ഇടയിൽ എത്ര എമൗണ്ട് വന്നാലും അത് 10 കിട്ടുള്ളൂ. 200 എബോവ് മാത്രമാണെങ്കിൽ 20 റിവാർഡ് പോയിന്റ് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് ഇത് റിവാർഡ് പോയിന്റ് റൗണ്ട് ഡൗൺ ആണ്. 190 വരെ നമ്മൾ സ്പെൻഡ് ചെയ്താലും 199 വരെ സ്പെൻഡ് ചെയ്താലും നമുക്ക് 10 റിവാർഡ് പോയിന്റ് കിട്ടുള്ളൂ. പിന്നെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫോൺ പേയുടെ തന്നെ നമ്മൾ ഇത് ഫോൺ പേ ആപ്പുകളിലെ സ്പെൻഡിനാണ് 10% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ 10% ക്യാഷ് ബാക്ക് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോൺ പേയിലെ സ്പെൻഡിലൂടെ കൺവീനിയൻസ് ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. കൺവീനിയൻസ് നമുക്കറിയാം, ഇപ്പൊ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റിനൊക്കെ ആണെങ്കിൽ UPIയിലാണെങ്കിൽ 2000 എബോക്ക് അത്യാവശ്യം ചാർജ് ഉണ്ട്. അതല്ല നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യുകയാണെങ്കിൽ തന്നെ 0.86% പ്ലസ് GST നമുക്ക് എന്ത് ചെയ്യും, കൺവീനിയൻസ് ഫീ ആയിട്ട് വരും. പിന്നെ റീചാർജ് ചെയ്യുകയാണെങ്കിലും 3 രൂപ, അതോരോ എമൗണ്ടിനനുസരിച്ച് 3 രൂപ, 5 രൂപ അങ്ങനെ കൺവീനിയൻസ് ഫീയും വരുന്നുണ്ട്. സോ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഇതിന്റെ റീഡീം ചെയ്യണമെങ്കിൽ നമുക്ക് 500 റിവാർഡ് പോയിന്റ് മിനിമം വേണം. 500 രൂപ എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റ് 1 രൂപ ആയതുകൊണ്ട് മിനിമം 500 റിവാർഡ് പോയിന്റ് വേണം. പിന്നെ കോംപ്ലിമെന്ററി പ്രിയോറിറ്റി പാസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ നോ വിസിറ്റ് ഇൻക്ലൂഡഡ് അല്ല, മെമ്പർഷിപ്പ് ഓൺലി പെർക്കാണ്.
പിന്നെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഈ കാർഡ് ഇപ്പോൾ 1 വീക്കായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഇത് ഹൈ കറണ്ട് ബില്ലോ അതുപോലെ യൂട്ടിലിറ്റി സ്പെൻഡുകൾക്ക്, ഇലക്ട്രിസിറ്റി, ബ്രോഡ്ബാൻഡ് റീചാർജ് ഒക്കെ വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ ഈ കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു കാർഡ് തന്നെയാണ്. ഇനീഷ്യലി ആനുവൽ ആൻഡ് ജോയിനിങ് ഫീ ഉണ്ട്. ഫസ്റ്റ് മന്തിലെ ജോയിനിങ് ഫീ നമുക്ക് തിരിച്ചു കിട്ടുന്നത് കൊണ്ട് തന്നെ 1 വർഷം എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്പെൻഡ് ക്രൈറ്റീരിയയുമായിട്ടൊക്കെ ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ബെനിഫിറ്റലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ റിവാർഡ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നീട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതാണ് SBI ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ. താങ്ക് യു.